അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള സംഭവമുണ്ട്. ഞാൻ ഇപ്പോൾ അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയുകയാണ്. അതായത്, ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ്. ദൈവ തിരുസന്നിധി സമ്പന്നത എന്ന് വെച്ചാൽ ഒരാൾക്ക്
ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകാൻ പറ്റുമെന്ന്. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പൊ ഇവിടെ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു കുർബാന ഇട്ടിട്ടുണ്ട് ഈശോ. എന്താ ഇട്ടിരിക്കണത്? ദൈവതിരുസന്നിധിയിൽ ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു ഈശോ ഐഡന്റിഫൈ ചെയ്ത ഒരു അധ്യായ പ്രമേയമാണത്, ദൈവത്തിൻ്റെ സമ്പന്നത. ഇനി രണ്ട് തരത്തിലുള്ള ആൾക്കാരെ സമ്പത്ത് ശേഖരിക്കുന്ന രണ്ട് തരമായിട്ട് ഈശോ തിരിക്കും. എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവരും. ഇനി നമ്മുടെ ഒരു വിഷയം ദൈവതിരുസന്നിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ്. അപ്പം നിക്ഷേപമുണ്ട്, നമുക്കൊന്നും നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല, തിരിച്ച് വാങ്ങിക്കും. നമ്മൾ ഓരോരുത്തർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല. അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ്. അത് എങ്ങനെയാണ് ദൈവദിവസത്തിന് സമ്പന്നനാകാൻ കഴിയണത്? ഇതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ബൈബിൾ അറിയാമല്ല, ആധ്യാത്മികമായ ഒത്തിരിയേറെ നോട്ടുകളുള്ള ഒരു ട്രഷറാണ് ബൈബിള്. ലൂക്ക 6:35. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നിങ്ങൾ അത്യുന്നത പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. വെച്ചാല് ഈ ദൈവത്തിന് സന്മനാകാൻ ഉള്ള ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ്. നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും. ഒന്ന്, ഈ ദൈവതിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയണത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി 10 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ 3 കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളൂ. ബാക്കി 7 നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും. കാര്യം മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു, തരണില്ല. അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ്. ആ പ്രതിഫലം ഏതാണ്? നിത്യതയാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ദൈവദിവസത്തിന് സമ്പന്നനാകാൻ വേറെയും മാർഗമുണ്ട്. ഇപ്പം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പം തന്നെ, ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ, ഇപ്പം ഒറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാം കാണാൻ പോകും. അല്ലാത്തവരെ എന്നെ പരിചയമുള്ള, അടുപ്പമുള്ള, ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടുപോകുമ്പോൾ ചെല്ലും. ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താ? അവർ കോമായിലാണ്. ഞാൻ അവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യും കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാർ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും. എന്താ കാര്യം? അവർക്ക് ബോധമില്ല, അവരുടെ ബോധം പോയി, അവർ കോമായിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല. ശരി, കണ്ണ് തുറക്കും, പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല. അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേഴ്സ് ആണെന്നറിയാമോ? ഈ രോഗികളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത്. ചിലരൊക്കെ ഇപ്പോൾ ആയിക്കൊണ്ടാണ് ചെയ്യണത്. കാര്യം ഞാനേ ഉള്ളൂ, ഇവർക്ക് മക്കളുണ്ടല്ല, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, എല്ലാം എൻ്റെ മുതുകത്താണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ ആകിക്കൊണ്ടൊക്കെ ചെയ്യും. അത് ഇങ്ങനെ സാധാരണ ജഡിക മനുഷ്യരങ്ങനെ ചെയ്യും. പക്ഷേ ചിലർക്ക് നല്ല ബുദ്ധിയുള്ളവരുണ്ട്. അവരെന്താണ്, ഈ രോഗിയിൽ നിന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അവരിന് ബോധമില്ലാതെ മരിച്ചു പോവുകയുള്ളൂ. നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെ ഉള്ളവരെ നിങ്ങൾ വിഷമിക്കരുത്, അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു,
നിങ്ങൾ എന്നെ സന്ദർശിച്ചെന്ന് പറയില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകുപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാർ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് 10 പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ, ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് 1000 പോയിൻ്റ് കൃപയാണുള്ളത്. എന്താ കാര്യം? അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണ് ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകണത്. എൻ്റെ പേര് ബിന്ദു മോഹനൻ. ഞാൻ മുണ്ടക്കയം പുഞ്ചയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 3 മാർച്ച് 2022 ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ ആദ്യമായിട്ട് പറയുന്നത് എൻ്റെ സാക്ഷ്യം. ഞാൻ ഒരു സ്കൂട്ടി പഠിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് എൻ്റെ കാലിൽ ഒരു ചതവ് പോലെ ഉണ്ടായി. എനിക്ക് ചെറിയൊരു ബ്ലോക്കിൻ്റെ അസുഖമുള്ള ഒരാളായിരുന്നു. അപ്പം ബ്ലഡ് കോട്ടായി കഴിഞ്ഞപ്പം അത് ചെറിയൊരു കളർ പോലെ വന്നു. പിന്നെ അത് വീർത്ത് വലിയ ഒരു മുഴ പോലെയായി. അപ്പം ഒരു ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ വലിയൊരു അപകടമാകുമെന്ന് പറഞ്ഞു. പിന്നെ 2ാമത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി 1 മാസം മരുന്ന് ചെയ്ത് ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞ് അത് മരുന്ന് കഴിക്കുമ്പം കുറയും, പിന്നെ കുറവില്ല. അങ്ങനെയായി അവർ പറഞ്ഞു ഇനി വേറൊരു സർജനെ കാണണമെന്ന്. അപ്പം സർജൻ്റെ അടുത്ത് വീട്ടിൽ പോയി കണ്ടപ്പോൾ 2 പ്രാവശ്യം പോയി വീട്ടിൽ പോയി, എന്നിട്ട് മരുന്ന് കഴിക്കുമ്പം കുറഞ്ഞു, പിന്നെയും കുറഞ്ഞില്ല. പിന്നെ സർജൻ പറഞ്ഞു മെഡിക്കൽ കോളേജിന് വിടും, അവിടെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കങ്ങ് പേടിയായപ്പം പറഞ്ഞു പേടിക്കണ്ട, ക്യാൻസർ ഒന്നുമല്ല, നമുക്ക് സർജറി ചെയ്യാം, അഡ്മിറ്റ് ആകാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ അഡ്മിറ്റ് ആകാൻ പോയി കഴിഞ്ഞപ്പോഴേ എനിക്കത് പേടിയായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡേറ്റ് നീട്ടിയെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ നീട്ടിയെടുക്കാമെന്ന് പറഞ്ഞ് മരുന്നുമായിട്ട് പോന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ അമ്മയുടെ തൈലം തൂത്തു, തേൻ തൂത്തു, ഉപ്പ് കഴിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയോടും പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ നീ എന്നെ കൈവിടരുതേ, ഞാൻ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കണേ എന്ന് ഞാൻ ഈശോയോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവസാനം ഈ മുറിവുകൾ പൊട്ടി ഒരു ദിവസം ബ്ലഡ് ഞാൻ അറിയാതെ ആ മുഴ കീറാതെ എൻ്റെ കാലിൽ കൂടെ ബ്ലഡ് നിൽക്കാതെ ഒഴുകി. അങ്ങനെ ആ മുറിവിൽ ഞാൻ തേനും തൈലവും തൂത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വന്നു. ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു ഈ തേനും തൈലെല്ലാം തൂത്തിട്ടാ വീണ്ടും പഴുക്കുന്നത്, മരുന്ന് എന്തിനാണ് നിർത്തിയെന്ന്. എന്തായാലും വേണ്ടില്ല, എനിക്ക് ഈ അമ്മയുടെ തേനും തൈലവും മതി എന്ന് പറഞ്ഞ് ഞാനത് തൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയെ ഒന്നെങ്കിൽ എൻ്റെ കാലിലെ കുറയണം, കാരണം കാലിൻ്റെ എല്ല് കാണാൻ അധികം താമസിക്കുക, അതേ രീതിയിൽ പഴുത്തു. അല്ല നീ എന്നെ നിൻ്റെ കൂടെ കൊണ്ടുപോക്കൂ, എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കില്ലേ. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി കുറഞ്ഞില്ലേ, എത്ര നാളായി, 1 വർഷം എടുത്താകാറായി. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോയെ എൻ്റെ മുറിവ് കംപ്ലീറ്റ് ഉണക്കി. ഞാൻ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ എൻ്റെ കാലിന് വലിയ കൈയുടെ അത്ര ഒരു കുഴിയിൽ കരി പോലെ കറുത്ത അത്രയും ഭാഗം മുട്ടിന് താഴെ ഇരിക്കുന്നത്, അവിടെയെല്ലാം തൊലി വന്ന് നേലാൻ തുടങ്ങി, രോമങ്ങളൊക്കെ കിളുക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ സൗഖ്യം കിട്ടിയ എൻ്റെ ഈശോയ്ക്കും കർത്താവായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു ഈ അൾത്താരയിൽ നിന്ന്. അതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ 25ാമത്തെ വയസ്സിൽ എനിക്ക് പ്രസവം നിർത്തിയായിരുന്നു. അപ്പോൾ ട്യൂബ് ഇങ്ങനെ കെട്ടിയിട്ട സമയത്ത് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് കിടക്കാൻ വയ്യ. ഇതിൽ നിന്നാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ചെരിഞ്ഞ് കിടന്നാൽ നീവരത്തില്ല, മരിക്കാനുള്ള വിഷമമായിരുന്നു. അങ്ങനെ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. 25ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. 49ാമത്തെ വയസ്സിലൊരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറിയിലൂടെ ഓപ്പൺ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ട്യൂബെല്ലാം ചുറ്റിപ്പണിഞ്ഞ് മൂത്രസഞ്ചിയിൽ, യൂട്രസിൽ, കുടലുകളിലെല്ലാം കിടക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർക്ക് പറ്റത്തില്ല. അബുദാബി വെച്ചായിരുന്നു സർജറി. അന്നേരം ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഒരു തരത്തിൽ യൂട്രസ് റിമൂവ് ചെയ്തു, നീ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഡോക്ടറെ കണ്ട് ഈ വിവരമെല്ലാം പറയണം, ഈ ചീട്ടെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു ടിക്കറ്റ് എടുത്ത് ഒരു സീറ്റിൽ കിടന്നാണ് പോകുന്നത് നാട്ടിൽ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഞാൻ ചെക്കപ്പും ചെയ്തിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല, ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ്റെ ഒരു ആരാധന, ഞാൻ എല്ലാ ചൊവ്വാഴ്ചത്തെ ആരാധന കൂടും, എല്ലാവർക്കും ഷെയർ ചെയ്യും, ഉപവാസം എടുക്കുന്നുണ്ട്, പ്രേക്ഷിത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പം ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സഹോദരിക്ക് ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു ചുരുള കൂടി കെട്ടുകിടക്കുന്ന അഴിയാൻ കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു അത് എനിക്ക് വേണ്ടിയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് കിടന്നിട്ട് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം നോക്കി. പെട്ടെന്ന് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എണീക്കാം, യാതൊരു കുഴപ്പമില്ല. ഇപ്പം 1 വർഷത്തോളം കഴിഞ്ഞു, എനിക്കിപ്പം ഒരു കുഴപ്പമില്ല. ആ അസുഖം എനിക്ക് മാതാവും കർത്താവും എനിക്ക് സൗഖ്യം തന്നതിൽ 1000 നന്ദി ഞാൻ ഈശോയോടും തിരുകുമാരനും അമ്മയോടും ഞാൻ പറയുന്നു.
അവൻ്റെ കൈക്ക് പെട്ടെന്ന് 4 വിരലിനുണ്ടാകുന്ന ഒരു അസുഖമായിരുന്നു. ഈ ഒരു വിരലിനില്ല. അപ്പം ഡോക്ടർ ചോദിച്ചു 4 വിരലല്ലേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അസുഖത്തിൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുള്ളൊരു പേരായിരുന്നു, എനിക്കത് മനസ്സിലായില്ല പറയാനുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് സ്കാൻ ചെയ്തിട്ട് മെഡിസിൻ തന്നാൽ മതി കറക്റ്റ് അറിഞ്ഞിട്ട്. അപ്പോൾ ആ സ്കാൻ ചെയ്യണമെങ്കിൽ 1 മാസത്തെ ക്യാപ്പുണ്ട്. അങ്ങനെ ഇച്ചിരി കൂടി സ്കാനിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞ് കാത്തിരുന്ന് സ്കാൻ ചെയ്യാൻ പോകുന്നവരെ കയ്യെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അന്നേരം ഒരു ദിവസം ഇതുപോലെ ചൊവ്വാഴ്ച ആരാധനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വേദന ഒരാൾക്ക് മാതാവ് സൗഖ്യം നൽകാൻ പോകുന്നു. ആ ആരാധനയിൽ എനിക്ക് കാണാമായിരുന്നു ഈശോയുടെ മുൾക്കിരീടത്തിൽ നിന്ന് തിരുരക്തം എൻ്റെ കയ്യിലേക്ക് ഇറ്റിറ്റ് വീഴുന്നത് എനിക്ക് ശരിക്കും കാണാമായിരുന്നു. ആ ആരാധനയിലൂടെ എൻ്റെ കൈയുടെ വേദന പൂർണ്ണമായി പോയി. മുൾക്കിരീടത്തിൽ നിന്ന് ഓരോ തുള്ളി നല്ല കറുത്ത രക്തം എൻ്റെ കയ്യിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കാലിന് സൗഖ്യം കിട്ടിയപ്പോഴും ആ കാലയിൽ ഈശോയും അമ്മയും പിടിച്ച് വേറെ കൂടെ പേര് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാമായിരുന്നു. ആ കാലയിലും ഈശോയുടെ രക്തം പൊടിഞ്ഞ് വീഴുന്നതായിട്ട് എനിക്ക് നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റായ അമ്മ തീരെ വയ്യാതെ വർഷങ്ങളായി വീട്ടിൽ ഇരിക്കുമായിരുന്നു. എനിക്ക് ഈശോയും അമ്മയും ഭയങ്കരമായി ഞാൻ വിശ്വാസത്തിലോട്ടായി. എനിക്ക് എപ്പോൾ നോക്കിയാൽ ഈശോയെ കാണാം, അമ്മയെ കാണാം. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ആ അമ്മ ചെന്നപ്പോൾ തളർന്നിരിക്കുവാണ്, വടിയും കുത്തിപ്പിടിച്ചിരിക്കുക. എന്നെ കണ്ടപ്പോഴത്തേനും സെറ്റിയിലേക്ക് കിടന്നു. ഞാൻ പറഞ്ഞു അമ്മ എണീക്ക്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഈ മാലയിൽ ഇട്ട കാശുരൂപ മാലയോടെ ഊരി ഞാൻ അമ്മയെ നെറ്റിയിൽ കുരിശ് വരച്ചു, നിറകെ കുരിശ് വരച്ചു, നെഞ്ചിൽ കുരിശ് വരച്ചു. മുട്ടിനാണ് ക്യാൻസർ. കുരിശ് വരച്ചിടത്ത് എല്ലാം റെഡ് കളർ വന്നു. അയ്യോ, അപ്പം ഞാൻ പേടിച്ചു പോയി. ദൈവമേ, ഞാനിത് എന്താ ചെയ്തത്? ഈ റെഡ് കളർ വരുന്നുണ്ടല്ലോ, ഇനി എന്തെങ്കിലും കുഴപ്പമാവുമോ എന്ന് പ്രാർത്ഥിച്ചു. ഇല്ല, പ്രാർത്ഥന എല്ലാം മാതാവ് കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു ബിന്ദുവേ, എൻ്റെ മുട്ടയെന്ന് എന്തോ ഒരു സാധനം അടന്നു പോയ പോലെ തോന്നുന്നു, എനിക്ക് എന്തോ ഒരു സൗഖ്യം കിട്ടിയ പോലെ തോന്നുന്നു എന്ന് അമ്മ അപ്പോഴേ പറഞ്ഞു. പക്ഷേ അമ്മ സിറ്റൗട്ട് വരെ നടന്നു വരുന്നത് ഞാൻ കണ്ടേച്ച് പോകുന്നു. ഇപ്പോൾ ഞാൻ മിക്കവാറും അമ്മയെ വിളിക്കും. അമ്മ മുറ്റത്തൂടെ നടക്കും, അടുക്കളയിൽ വരും, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യും. ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 0.2 പേരിന് മാത്രം ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഇനി വലിയ ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല, കുറവുണ്ടെന്ന് പറഞ്ഞു. ആ സഹോദരിയായിട്ട് ഞാൻ ഇപ്പോഴും ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കിഡ്നിക്കകത്ത് ക്യാൻസർ, അവർ ടീച്ചറാണ്. അപ്പം പ്രാർത്ഥന സഹായം തേടി ഞാനിത് അറിഞ്ഞു. അപ്പോഴേ അവരുടെ വീട്ടിൽ ചെന്നു. വലിയ ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല, വീണ്ടും വഴക്കോടെ പോകുന്നതാണ്. കല്യാണം കഴിഞ്ഞ് വന്ന ആളുള്ള പരിചയമാണ്. ചെന്ന് ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പം വയറ് ഓപ്പണായിട്ട് അപ്പൻഡീസിന് ചെയ്ത് സ്റ്റിച്ചൊക്കെ വിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പം മുറ്റത്തോട്ട് വിളിച്ചിറങ്ങി, റൂമിനകത്ത് എന്തോ പണിയായിരുന്നു. ഞാൻ തൈലം കൊണ്ടുപോയി, കാശുരൂപം കൊണ്ടുപോയി പുറത്ത് വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ ഇൻ്റർനെറ്റുകളെല്ലാം ഞാൻ കട്ട് ചെയ്തു. ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഒരു ദിവസത്തിൽ ഇൻ്റർനെറ്റ് ഇല്ല പറ്റത്തില്ല, ഫോൺ കോളുകളൊക്കെ വരുന്നതാണ്. ഞാൻ ആ സഹോദരിയുടെ സർജറി കഴിയുന്നവരെ ഞാൻ എൻ്റെ ഫോൺ അത്യാവശ്യം ഫോൺ കോൾ മാത്രം ഞാൻ ചാർജ് ചെയ്ത് ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ആ പ്രാർത്ഥന എനിക്ക് 2:30-3 ആകുമ്പോൾ എൻ്റെ കാലയിൽ എന്തോ കടിക്കുന്ന പോലെ ഞുള്ളി പറിക്കുന്ന പോലെ എനിക്ക് തോന്നും. ആ സമയത്ത് ഞാൻ എണീറ്റ് ബാത്റൂമിൽ ഫ്രഷായി പ്രാർത്ഥിച്ച സമയത്ത് അമ്മ മാതാവ് ആ 2 കിഡ്നിയുടെ നടുക്ക് തിരി കത്തിച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. അന്ന് ആദ്യമായിട്ടാണ് കിഡ്നി എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. മാതാവിനെ എനിക്ക് കാണാൻ പറ്റി. സർജറി കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നതിന് ശേഷം വിവരമെല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻ്റർനെറ്റ് ഓണാക്കി നെറ്റ് ഓപ്പണാക്കി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ സഹോദരി ഇപ്പം അസുഖമെല്ലാം കുറഞ്ഞു, അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അന്നേ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ട്രീറ്റ്മെൻറ്റൊന്നും വേണ്ട, സർജറി കഴിഞ്ഞാൽ മറ്റു മരുന്നുകളൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ഈ വിവരം അറിയുന്നില്ലായിരുന്നു. ദൈവമേ, സഹോദരിക്ക് റേഡിയേഷൻ ഒന്നും വരല്ലേ, ഹീമോ വരരുതേ, അവർ ഈ സർജറി എല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാതെ ജോലിക്ക് പോകണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റിയതും അതുപോലെ തന്നെയായിരുന്നു. ആ സഹോദരി ഇപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ എന്നും സ്കൂളിൽ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ രോഗശാന്തി തന്ന മാതാവിനും കർത്താവായ ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചിയുടെ മോള് പ്രഗ്നൻസി ആയിരുന്നു. പ്രഗ്നൻസി ആയി കഴിഞ്ഞു, വയറിൽ വെള്ളം കെട്ടി ഭയങ്കരമായിട്ട് വയറ് തൂങ്ങി. ചേച്ചി എപ്പോഴും സങ്കടപ്പെടുമായിരുന്നു, ബിന്ദുവെ പ്രാർത്ഥിക്കണം, കൊച്ചിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കുഴപ്പമുണ്ട്, കുഞ്ഞ് വെള്ളത്തിക്കെട്ടിൽ കൂടുതലായി കിടക്കുകയാണ്, അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര വിഷമമാണ്, ചേച്ചി പോകും. 2 ആൺപിള്ളേരായിരുന്നു. ആ പ്രാർത്ഥനയിൽ എനിക്ക് കാണാൻ പറ്റി ആ കുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് കാണാൻ പറ്റി. ഒരു കുഴപ്പമില്ല, പ്രസവിക്കും ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. അവിടെ 18 സഹോദരിമാരും 3 മാലാഖമാരായ മണവാട്ടിമാരായ സിസ്റ്റർമാരും വേറെ കുറേ ജോലിക്കുള്ള ആൾക്കാരും എല്ലാം ഉണ്ട്. 10-25 പേരുകളുണ്ട്. അതിലൊരു മണവാട്ടിയെ വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനെ ഒരു പ്രാർത്ഥന സഹായം കിട്ടിയിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥനയിൽ കണ്ടു, ആ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല, പ്രസവിക്കും,
പക്ഷേ പ്രസവിക്കുന്ന കൊച്ചു പെൺകുഞ്ഞായിരിക്കും, അത് സിസ്റ്ററിൻ്റെ മനസ്സിലിരിക്കണം, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രസവം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പെൺകൊച്ചാണ്. അവരുടെ വീട്ടിൽ പോയി ഞാൻ ആ കൊച്ചിനെ കണ്ടു. അതുപോലെ തന്നെ ഇത്രയും വലിയ കാഴ്ച കാണാൻ എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുള്ള രീതിയിലൊരു പ്രാർത്ഥനയാണ്. 24 hours ഫോൺ ഓണ്. 2 ദിവസം ചാർജ് ചെയ്ത് നിൽക്കുന്ന ഫോൺ ഒരു ദിവസം നിൽക്കത്തില്ല. യൂട്യൂബ് ഓണാക്കി ആരാധനകൾ, മറ്റു പ്രാർത്ഥനകൾ, വചനങ്ങൾ, സാക്ഷ്യങ്ങൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെയായി എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങാൻ കിടന്ന് കണ്ണടച്ചേ ഉള്ളൂ. അന്നേരത്തേനും മേളിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞും നിൽക്കുന്നതായിട്ട് തോന്നി. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് അങ്ങനെ തന്നെ പറഞ്ഞു വന്നത് മാതാവ് ഉണ്ണീശോയാണെന്ന്. അങ്ങനെ മാതാവിനെ ഉണ്ണീശോനെ എൻ്റെ ഹസ്ബൻഡ് കണ്ടു. അതുപോലെ തന്നെ ഞാൻ വിളക്ക് കത്തിച്ചോണ്ട് സ്വപ്നം കാണുകയാണ്. വിളക്കം കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ അച്ഛന്മാരും എല്ലാമായിട്ട് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. അപ്പോൾ മേളിലെ ക്രിസ്ത്യൻ ചേച്ചിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലും വരുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് കസേരയെല്ലാം എടുത്തിട്ട് അവരെല്ലാവരും ഇരുന്ന് ബൈബിൾ വായിക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഇന്നലെ വന്ന് ആരാന്നറിയാവോ? ഈശോയും അമ്മയും പരിശുദ്ധാത്മാവും മറ്റും ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നത്, നിൻ്റെ വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തൂടെ പെട്ടെന്ന് പാസ് ചെയ്തു പോയി രാവിലെ. ഞാൻ ഓർത്ത് മോനായിരിക്കുമെന്ന്. അന്നേരം ഓടി ചെന്ന് ബെഡ്റൂമിൽ നോക്കി മോനല്ല, സിൽവർ കളറിലൊരു ഡ്രസ്സായിരുന്നു. മോന് അങ്ങനെ ഒരു ബനിയനുണ്ടായിരുന്നു. ഓടി ചെന്ന് ഹസ്ബൻഡിനെ നോക്കി, ഹസ്ബൻഡ് പുറത്ത് ജോലി ചെയ്യുന്നു. ദൈവമേ, അപ്പോൾ ഞാൻ ഓർത്തു ഒരു കാറ്റ് വീശുന്ന പോലെയായിരുന്നു. ശരിക്കും കണ്ടു. ദൈവമേ, അമ്മ രാവിലെ എൻ്റെ അടുത്ത് വന്നല്ലോ എന്ന് പറഞ്ഞാൽ അമ്മേനെയും കണ്ടു ഞാൻ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു വെപ്രാളവും ആദികളൊന്നുമില്ല. മോനിപ്പോൾ 27 വയസ്സായി, ജോലിയിലൊക്കെ നോക്കുന്നുണ്ട്, ജോലിയൊന്നും ആയിട്ടില്ല. എല്ലാവരും ചോദിക്കുക എത്ര വയസ്സായി, ജോലിയായോ, വിവാഹം വേണ്ടേ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഈശോ എനിക്കൊരു പുത്രനെ തന്നിട്ടുണ്ടെങ്കിൽ അവനുള്ള ജോലിയെ വിവാഹം എല്ലാം എനിക്ക് ഈശോ തരുമെന്ന് ഞാൻ അവരോട് പറയും. അത്രമേൽ ആഴത്തിൽ ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ബ്ലോക്കുള്ള ആളാണ്. 7-8 വർഷമായി ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ ഡോക്ടറെ ചെക്കപ്പിന് പോകുന്നില്ല. പിന്നെ എനിക്കൊരു മരുന്നുണ്ടോ, മരണം വരെ കഴിക്കണമെന്ന് പറഞ്ഞ് അബുദാബിയിൽ നിന്ന് ഡോക്ടർ തന്നു. ഞാൻ കുറച്ച് നാൾ കഴിക്കാതെ ഇരുന്നു. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ ഞാൻ ഈ മരുന്ന് കഴിക്കണോ, എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അന്നേരം അമ്മ എന്നോട് പറഞ്ഞു മരുന്ന് നിർത്തണ്ട, കഴിച്ചോ എന്ന് പറഞ്ഞു. ആ ഒരു ഗുളിക മാത്രം ഞാൻ കഴിക്കുന്നുണ്ട്, ഒരു ചെക്കപ്പും ഇല്ല, ഒന്നുമില്ല. ഇന്നിപ്പോൾ ഉപ്പൂറ്റി വേദനയായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ മരുന്നാണ് കഴിക്കുന്നത്. എനിക്ക് ചെരുപ്പ് വീട്ടിൽ വേണം, ബാത്റൂമിൽ വേണം, ഡ്യൂട്ടിയിൽ വേണം, എല്ലാം വേണം. 24 hours ചെരുപ്പാണ്. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത് ഉപ്പൂറ്റിക്ക് അടുത്ത ദിവസം പോകാനിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കഷത്തിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, അതുവരെ പറഞ്ഞില്ല, 10-15 വർഷം പഴക്കമുള്ള മുഴയാണ്. അബുദാബി വെച്ച് പറഞ്ഞു അത് കൊഴുപ്പായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ബ്രസ്റ്റിന് വേദനയുണ്ട്, കൈ അനക്കാൻ വയ്യ. ഒരു കാറ്റ് വീശിയാൽ തന്നെ എനിക്ക് വേദന അറിയായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറയുമായിരുന്നു. അന്നേരം ചിലർ പറയും കുഴപ്പമില്ല, വേദന ഇല്ലയെന്ന്. പക്ഷേ എനിക്കുണ്ടായിരുന്നു. ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവസരം വരരുതേ, എൻ്റെ വേദന അങ്ങയുടെ തൈലം കൊണ്ട് മാറ്റണേ, എൻ്റെ ഈശോയെ അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ വേദന എടുത്ത് മാറ്റണേ. ഇപ്പോൾ എനിക്ക് ആ ഭാഗത്തൊരു വേദനയില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു സർജൻ്റെ അടുത്ത് പോയി ഈ കഷത്തിലെ മുഴ കുത്തി നോക്കണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ളൂ. ഞാൻ ഓടിപ്പോയി പെട്ടെന്ന് OP പോയി ചീട്ടൊക്കെ എടുത്തു സർജൻ്റെ അടുത്ത് പോകാൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു. അവിടെ നിന്നപ്പം എന്നോട് ആരോ പറഞ്ഞു ഇപ്പം ചെയ്യണ്ട, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പം അമ്മ മാതാവ് എന്നോട് നേരിട്ട് പറഞ്ഞു, നീ ഇപ്പം ആശ്രയി കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് പോകണ്ട, അമ്മ മാതാവിൻ്റെ അടുത്ത് ഇത് ആൾക്കാരെ കയറി സാക്ഷ്യം പറഞ്ഞിട്ട് നീ ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ ആൾക്കാരെ കയറി എനിക്ക് ഈ സാക്ഷ്യം പറയാനുള്ള അവസരം തന്നതിൽ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി, എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാനിവിടെ അർപ്പിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഇവിടെ വരാനും എനിക്ക് എൻ്റെ ഈശോയോടും അമ്മയുടെ ഒത്ത് കഴിയാനും എനിക്ക് കഴിഞ്ഞതിൽ 1000 നന്ദി ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ഈശോയോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ വഴിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാക്ക് തന്നു, നിൻ്റെ ഇഷ്ടം പോലെ നീ നിൻ്റെ വിശ്വാസത്തിൽ നടന്നു, വിശ്വാസി പ്രാർത്ഥിച്ചോ, നിൻ്റെ വിശ്വാസം നീ കൈവിടണ്ട. എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഫുൾ സ്വാതന്ത്ര്യത്തിൽ
ഞാൻ എൻ്റെ ഈശോയോടും പരിശുദ്ധമ്മയോടുമായി ഞാൻ ജീവനായി സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ സങ്കടത്തിലും ബുദ്ധിമുട്ടിലും ഞാൻ സദാസമയം എനിക്ക് ഈശോയെ കുക്കിങ്ങിലും ബാത്റൂമിൽ കുളിയിലാണെങ്കിലും റൂമിൽ പുറത്ത് ബാത്റൂമിൽ വെച്ചാണെങ്കിലും സദാസമയം ഞാൻ എൻ്റെ ഈശോനാമത്തിൽ ഞാൻ ഇത്രയും ഭക്തിയോടുകൂടി കഴിയുന്നു. നിത്യത വരെ ഈശോയെ ദൈവസ്നേഹം എന്നെ കൈവിടരുതേ. അങ്ങയോടൊത്ത് ദൈവത്തെ സ്നേഹിച്ച് പരിശുദ്ധ അമ്മേ, സുഗന്ധവാനിയായ അമ്മേ, എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ മോനോടും പറയും, മോനെ അമ്മയും പരിശുദ്ധമ്മയും കർത്താവായ ഈശോയെ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, അമ്മയുടെ കൂടെ നിൽക്കണം എന്ന് ഞാൻ പറയും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പ്രാർത്ഥനയാണ്, എൻ്റെ അമ്മയെ ഇത്രയും വിശ്വാസത്തിൽ കഴിയുന്ന എനിക്ക് എൻ്റെ മോന് വരുന്നൊരു മോളെ, എൻ്റെ വിശ്വാസം ജീവിക്കാൻ പറ്റിയൊരു മോളെ എനിക്ക് തരണേ. തന്നില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളാവുമല്ലോ. ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ സ്വർഗം പോലെ കഴിയുന്ന ഒരു വീടാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് എനിക്കൊരു മോളെ തരണമെന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറയും, നീ വിഷമിക്കണ്ട, നിനക്ക് അങ്ങനെയുള്ള കുഞ്ഞിനെ ഞാൻ തരും. ഈ സ്വർഗം പോലെ ആ കുട്ടിയെ നോക്കി നീ ജീവിക്ക്, നിൻ്റെ പ്രാർത്ഥനയിലാരും നിനക്കൊരു വിഷമവും തരത്തില്ല എന്ന് പറയുന്നു. എൻ്റെ ജോലിയിൽ എനിക്ക് പ്രയാസം വന്നാലും അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ എനിക്ക് അപ്പം തന്നെ പ്രയാസത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തരും. അതുപോലെ തന്നെ വീട്ടിൽ അമ്മ വരും, മുല്ലപ്പൂവിൻ്റെ മണം വരും. കടയിൽ ചെന്നാലോ അതുപോലെ സ്മെല്ലുകൾ വരും. കസ്റ്റമർ വരുന്നവർക്ക് തന്നെ ഞാൻ ഈ തൈലം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഒരു സഹോദരി വന്നു, അവർക്ക് കുറേ കാലമായിട്ട് ആസ്മയുടെ രോഗമാണ്. ചുമയ്ക്കും, മൂത്രം പോകും, ഡ്രസ്സ് ഇടാൻ പറ്റിയല്ല, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയല്ല. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പം സൗഖ്യം കിട്ടി, അവർക്ക് ചുമയില്ല, മൂത്രം പോകുന്നത് കുറഞ്ഞു, യാതൊരു പ്രശ്നവും ഇല്ല. അവരെന്നെ വിളിച്ചു, ചേച്ചിയെ എൻ്റെ അസുഖങ്ങളെല്ലാം കുറഞ്ഞു, പ്രാർത്ഥിച്ചതിന് നന്ദി. അപ്പം ഞാൻ പറഞ്ഞു, സാക്ഷ്യത്തിൽ പറയുമെന്ന് ഞാൻ പറഞ്ഞു അവരോട്. അങ്ങനെ എനിക്ക് ഇത്രയും ഏറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുണ്യഭൂമിയിൽ നിന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, യേശുവേ നന്ദി. പ്രേക്ഷിത പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. മാനസികരോഗ കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. അവിടെ പോയി എല്ലാ സഹോദരിമാരുമായിട്ട് ഞാൻ ഒരു സഹോദരിയെ പോലെ എല്ലാവരുമായിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്. മാസത്തിലൊരു 3 പ്രാവശ്യവും 4 പ്രാവശ്യവും പോകുന്നുണ്ട്. അവരെ എന്നും തന്നെ വിളിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കുന്ന 3 മാലാഖമാരുണ്ട്. അവരെൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ എന്നെ വിളിക്കുകയും ഞാൻ അവരെ അന്വേഷിക്കുകയും, അതുപോലെ തന്നെ എൻ്റെ ഇടവകയിലുള്ള അച്ഛൻ ബിനോയ് അച്ഛനുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ അച്ഛൻ അവിടെ വരുമ്പോൾ ആരാധനയിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ വെളുപ്പിനായിട്ട് യൂട്യൂബ് ഓണാക്കി എല്ലാ ദിവസവും കുർബാന കൂടുന്നുണ്ട്. ഞാൻ ലൈവായിട്ടുണ്ടല്ലോ കുർബാന കൂടുന്നു, ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടുന്നു, അതുപോലെ തന്നെ ഞാൻ ആരാധന കൂടുന്നു, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു, മറ്റ് വചനം കേൾക്കുന്നു. അരമണിക്കൂർ ബൈബിൾ വായിച്ച് 11:30-12 മണിക്ക് കിടക്കുന്ന ദിവസമുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങളും നിർത്തുന്നില്ല. പത്രം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം പോലും അമ്മയെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല, ഈശോയെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. എൻ്റെ ഈശോയെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടെ നന്ദി. നിത്യത വരെ ഈശോയുടെ കൂടെ എന്നെ കൂട്ടണേ. ഈശോയെ എന്നെ സ്നേഹിച്ച് ഈശോയുടെ കൂടെ തരണേ എന്ന് ഞാൻ ഇന്നും ഇപ്പോഴും ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അന്ത്യം വരെ എനിക്ക് ഈശോയും അമ്മയല്ലാതെ വേറൊരു ദൈവമില്ല. ഈ ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ഞാനും എൻ്റെ കുടുംബം കഴിയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച, ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഭവങ്ങളാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഒരുപാട് ഈശോയുടെ മാതാവിൻ്റെയും ദർശനങ്ങൾ ഉണ്ടായെന്ന് ഈ സാക്ഷ്യത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ഈ സാക്ഷ്യത്തിലുണ്ട്. ഒരു പക്ഷേ അങ്ങനെ വളരെ ചുരുക്കം സാക്ഷ്യങ്ങളിലാണ് ഒരു പ്രാവശ്യമൊക്കെ മാതാവിനെ കാണുവാനായിട്ട് അല്ലെങ്കിൽ സ്വപ്നത്തിൽ വരുന്ന പോലെ ഇതിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒരു വലിയൊരു സാന്നിധ്യം ഇദ്ദേഹത്തിനും ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയൊക്കെ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയൊരു സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നു. അത് ഉടമ്പടിയിൽ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ തന്നെ വലിയൊരു പ്രത്യേകതയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രകടമായ ഒരു സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ജീവിതത്തിൽ ഈ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടൊരു ശ്രമം. അതിപ്പം ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും സമയം കണ്ടെത്തി അവരിലൊരാളെ പോലെ അവിടെ സമയം കണ്ടെത്തി ചെലവഴിക്കുകയും അങ്ങനെ വ്യക്തമായിട്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ടൊരു ശ്രമം. ഒരു പക്ഷേ ഒരു അക്രൈസ്തവയായിട്ടുള്ള ഒരാൾ എല്ലാ ദിവസവും കുർബാന കാണാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ട് ഓൺലൈനിൽ കുർബാന കാണാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഈ കുർബാനയുടെയൊക്കെ ഒരു വിലയും ശക്തിയും മഹത്വവും ഒക്കെ ഒരു പക്ഷേ ഇത് വിശുദ്ധ ബലി ആർക്ക് വേണ്ടിയാണോ പ്രധാനമായി നൽകപ്പെട്ടത് അവരും കണ്ടു പഠിക്കേണ്ട എന്നൊക്കെ രീതിയിൽ സംസാരിക്കേണ്ട ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ആൾക്കാരെ ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നതും ഒരു കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ വിശുദ്ധ ബലിയോടും ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമമുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ ബൈബിളും വായിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പം
ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ ഒരു നിബന്ധനയായിട്ട് വെക്കുന്നില്ലെങ്കിലും ഇതൊക്കെ സ്വന്തമായിട്ടൊരു താല്പര്യത്തിൽ കണ്ടെത്തി വായിക്കുകയും അപ്പം ഇത്രയേറെ കാര്യങ്ങൾ ജീവിതത്തിൽ വിശ്വസ്തയോടെ ദൈവനാമത്തിൽ ഒരാൾ പുതിയതായിട്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ദൈവം സത്യസന്ധവനായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നന്മയാണെങ്കിൽ ദൈവം അത് സ്ഥിരീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഒരു പക്ഷേ മർക്കോസിൻ്റെ 16:20 പറയുന്നുണ്ട്, വചനങ്ങൾ പ്രഘോഷിക്കുന്നിടത്ത് അടയാളങ്ങൾ നടത്തി അത് സ്ഥിരീകരിക്കും കർത്താവ്. അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയേറെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒക്കെ സാന്നിധ്യവും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം അത്രത്തോളം ഈശോയെ കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഈ മകളുടെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള സൗഖ്യങ്ങളും ബാക്കിയുള്ള ഇപ്പം മൂന്നാമതൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ വ്യക്തികൾക്ക് പോലും ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ടാകുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് രണ്ടാമതൊരാൾക്ക് അനുഭവം ഉണ്ടാകുന്നത് എന്തൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുള്ള യാത്രയിലൊക്കെയും അമ്മ കൂടെ നിന്നതായിട്ടാണ് പറയുന്നത്. അപ്പം ജീവിതത്തിലൊരു വലിയൊരു പ്രത്യാശയുണ്ട്. ജീവിതത്തിൽ ഇപ്പം സാക്ഷ്യം പറയുമ്പം ഞാൻ ജീവിതമംഗളി നോക്കിയില്ല എന്നുള്ളതല്ല സാക്ഷ്യം. അതിനർത്ഥം അമ്മ നോക്കിക്കോളും എന്നുള്ളൊരു ഉറപ്പും ബോധ്യവും ഒരു പക്ഷേ ആ കുടുംബത്തിന് തന്നെ നൽകുന്നുണ്ട്. അപ്പം ഇനിയും അമ്മ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് സാക്ഷ്യം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു വ്യക്തി അനുഭവമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ മാതാവിൻ്റെ ശബ്ദം കേട്ടുവെന്നും മാതാവ് സംസാരിച്ചുവെന്നും മാതാവിനെ കണ്ടു എന്ന് പറയുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനർത്ഥം അത്രയും വിശ്വാസത്തോടെ ഇവരതിനകത്ത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നും വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ദൈവം സാഹചര്യങ്ങൾ ഒരുക്കട്ടെ എന്നും വിശുദ്ധ വചനവും വിശുദ്ധ ബലിയും ഒക്കെ കൂടുതൽ ശക്തിയും കൃപയും നൽകുന്ന സമയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.